പക്ഷേ സന്ദീപ് വാര്യർ ഇപ്പോൾ SDPI 2009 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ പല തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർക്ക് 103 ജനപ്രതിനിധികൾ ആകെ കേരളത്തിലുണ്ട്. 2014 മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് മത്സരിച്ച പോലും ഈ കണ്ണൂർ പോലെയുള്ള വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ 15,508 19,170 പോലെയുള്ള വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് SDPI. എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ വടകര മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആകാൻ പോലും കെൽപ്പുള്ള പാർട്ടിയാണ് SDPI. അതുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുക, പിന്തുണ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയുക സംവാദത്തിന്റെ തലത്തിൽ മാത്രം കണ്ടുകൂടാ. അതുകൊണ്ട് ഗുണമുണ്ടാകും, ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിലെങ്കിലും. അല്ല, കോൺഗ്രസ് ഗുണമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണല്ലോ ഒരു അണ്ടർ ദ ടേബിൾ ഡീൽ പോപ്പുലർ ഫ്രണ്ടുമായി നടത്തിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും കർണാടകയിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വാങ്ങാൻ അവർ ഇത്തരത്തിലുള്ള ചില ഡീലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടുള്ള സംഗതിയൊന്നുമല്ല. കർണാടകയിൽ നേരത്തെ തന്നെ 2018 സമയത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ഇത്തരത്തിൽ ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിൽ എന്താ മാറ്റമുള്ളത്? ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നസറുദ്ദീൻ എളമരം അയാൾ SDPIയുടെ സ്ഥാനത്തായിട്ട് മത്സരിച്ചിട്ടുള്ള ആളല്ലേ? ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. SDPI എന്നാലും പോപ്പുലർ ഫ്രണ്ട് എന്നാലും ഒന്ന് തന്നെയാണ്. SDPI ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരുടെ നിരോധന കാര്യത്തിൽ ഇനീഷ്യേറ്റ് എടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് മാത്രം ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ പറ്റുകയാണ് SDPIയുടെ പ്രതിനിധിക്ക്. അല്ലെങ്കിൽ തിഹാർ ജയിലിൽ കിടക്കേണ്ട മുതലുകളാണ്, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവരെ എല്ലാവരെയും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുകയും ഇവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തി വരികയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഇവരുടെ ഇവരുടെ നിരോധനം ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിച്ചേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളിലുമായിട്ട് ഏജൻസികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെ SDPIയെ പോലെയുള്ള മതഭീകരവാദി സംഘടനകളെ വോട്ട് വാങ്ങുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഇരുന്നിട്ട് അതിനെ വല്ലാതെ ന്യായീകരിക്കുകയാണ്. എന്താ പറയുന്നത്? വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്നാണ് പറയുന്നത്. ഈ കാര്യം ചുരുങ്ങിയ പക്ഷം ആ ചാവക്കാട്ടെ പുന്ന നൌഷാദിൻ്റെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും ഒന്ന് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമോ? കോൺഗ്രസിൻ്റെ സതീശനടക്കമുള്ളവർ പുന്ന നൌഷാദ് കൊല്ലപ്പെട്ടപ്പോൾ പൂങ്കണ്ണീര് ഒഴുക്കിയതാണല്ലോ. കാസർകോട്ടെ ബാലകൃഷ്ണന്റെ കുടുംബത്തെ, യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്ന ബാലകൃഷ്ണന്റെ കുടുംബത്തെ മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചതിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ കൊല ചെയ്തിട്ടുള്ള ബാലകൃഷ്ണന്റെ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? പുന്ന നൌഷാദിന്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? അപ്പം മതഭീകരവാദികളുടെ വോട്ട് തേടിയിട്ടായാലും വേണ്ടില്ല, മതഭീകരവാദികളുടെ വോട്ട് വാങ്ങിയിട്ടായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇലക്ഷനിൽ ജയിച്ചാൽ മതി എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. രാഹുൽ ഗാന്ധിയുടെ നില 2019 നിലയൊന്നുമല്ല. 2019 മാധ്യമങ്ങളൊക്കെ പാടെ ഇതാ ഭാവി പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു വ്യാജ നറേറ്റീവ് ബിൽഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നിഷ്കളങ്കരായിട്ടുള്ള വയനാട്ടുകാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറാൻ പോവുകയാണ്, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. പക്ഷേ അഭിലാഷ് ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ചെറുതായിട്ടൊന്ന് ട്രോൾ ചെയ്ത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് SDPI എന്താണെന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന് പോപ്പുലർ ഫ്രണ്ട് എന്താണ്, SDPI എന്താണ് എന്ന് അറിയില്ല എന്ന് മാതൃഭൂമിയുടെ ആങ്കറായിട്ടുള്ള അഭിലാഷ് പറയുമ്പോൾ അതിലുള്ള കളിയാക്കൽ, അതിലുള്ള രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഇമ്മെച്യൂരിറ്റിയെ കുറിച്ച് അഭിലാഷിന്റെ അഭിപ്രായം ഇതൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ല, അഭിലാഷ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അല്ല, SDPI കേരളത്തിലൊക്കെ ആണല്ലോ പ്രധാനമായുള്ളത്. പിന്നെ കുറച്ച് തമിഴ്നാട്ടിലും കർണാടകയിലുണ്ട്. രാഹുൽ ഗാന്ധി അത്ര കാര്യമായി SDPI എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സംശയം പ്രകടിപ്പിച്ചതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ അറിയായിരിക്കും SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ലുക്കിൽ മനസ്സിലായിക്കൊള്ളുന്നില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ഇമ്മെച്യൂരിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഒട്ടും മനസ്സിലാവില്ല. കാരണം ഞാൻ അഭിലാഷിന്റെ പരാമർശത്തോട് യോജിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരുത്തനാണ് രാഹുൽ ഗാന്ധി. ഞാൻ യോജിക്കുകയാണ്. അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ബാനൊക്കെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധം കോൺഗ്രസുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു, വിവാദമായിട്ടുള്ളതാണ്. ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇമ്മെച്യൂരിറ്റി ആണെന്നുള്ള എൻ്റെ അഭിപ്രായം. അത് സ്വാഭാവികം മാത്രമാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ അഭിലാഷ് പറയുകയാണെങ്കിൽ നമുക്കത് മുഖവരിക്ക് എടുക്കാം. ഇനി ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇതുപോലെയുള്ള മതഭീകരവാദികളുമായി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായും കാലങ്ങളായിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി സന്ധി ചെയ്തിട്ടുള്ളവരാണ് കോൺഗ്രസ്സുകാർ. പഞ്ചാബിൽ ഖാലിസ്ഥാനി തീവ്രവാദികളുമായിട്ട് ഭിന്ദ്രൻ വാലിയുമായി സന്ധി ചെയ്തിട്ടില്ലേ കോൺഗ്രസ്? അതിന്റെ ദുരന്തഫലം രാജ്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? LTTയുമായി ഇവർ സന്ധി ചെയ്തിട്ടില്ലേ? അതിന്റെ ദുരന്തഫലം രാജ്യം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? അപ്പൊ ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി സന്ധി ചെയ്തിട്ട് 4 വോട്ട് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർക്ക് മടിയില്ല. ഒരു കാര്യം കൂടി പറയാം. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് കോൺഗ്രസ് ആരോപിച്ച DMKയുമായി സന്ധി ചെയ്യാൻ അവർക്ക് ഒരു തടസ്സവും ഇല്ല.
രാജീവ് ഗാന്ധിയെ കൊല ചെയ്തിട്ടുള്ള കൊലയാളികളെ വിട്ടയക്കാൻ വേണ്ടി സോണിയാഗാന്ധി തന്നെയാണ് ആവശ്യപ്പെടുന്നത്, പ്രിയങ്ക തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത്തരം രാജ്യത്തിനെതിരായിട്ട് ഒരു മുൻ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ സേനയിലെ നിരവധി ആളുകളെയും ഒക്കെ കൊല ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദ കേസിലെ പ്രതികളെ വെറുതെ വിടാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതും ഇതിലപ്പുറവും സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസ്, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, കോൺഗ്രസിന്റെ മതേതര നിലപാടിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന കേരളത്തിൽ, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഹിന്ദു വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും വലിയ ആശങ്കയിലാണ്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്താൽ പകരം കിട്ടാൻ പോകുന്നത് എന്താണ്? അവരുടെ വീട്ടിൽ കുന്തിരിക്കം വാങ്ങി വെക്കേണ്ടി വരും. പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് ഈ ഭീകരവാദികളെത്തും, വെല്ലുവിളിയുമായിട്ടെത്തും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ജോസഫ് മാഷിന്റെ അനുഭവം വീണ്ടും ഉണ്ടാകും. ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തെയും ഹിന്ദു വിഭാഗത്തെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാണ്. ഇതൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കും. ശരി, ഓക്കെ. അങ്ങനെയുള്ള ഒരു ആരോപണമാണ് BJP കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്.